പ്ലസ് ടു കഴിഞ്ഞോ? ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ? എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ കുറിച്ചോർത്ത് ആശങ്കയുണ്ടോ? ഇനി ടെൻഷൻ വേണ്ട. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട്. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയാളത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് ഒക്കെ എളുപ്പമാണോ എന്നുള്ള സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടാണ് മലയാളത്തിൽ നമുക്ക് എക്സാം എളുപ്പമാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കേരളത്തിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ നമുക്ക് മാതൃഭാഷയിൽ, അതായത് നമ്മുടെ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സാം എഴുതാം എന്നുള്ളത് തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ എക്സാം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മലയാളം തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കാനും എക്സാം എഴുതാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്നുള്ള ലാംഗ്വേജ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. ഈവൻ മലയാളത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാനുള്ള ആ ഒരു വേ വളരെ ഈസി ആയിരിക്കും. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡിഗ്രി കോഴ്സുകളാണ്. സോ മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയിലും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഡിഗ്രി കോഴ്സുകളിൽ അവർ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലായിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് എൻക്വയറീസ് വരുമ്പോഴും അവർ ചോദിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ, കാരണം ഇംഗ്ലീഷിൽ ഞങ്ങൾ കുറച്ച് വീക്കാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് പറയുന്ന അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലീഷിൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആവും. കാരണം നമ്മളിപ്പോൾ സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും നമുക്ക് എല്ലാവരും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുണ്ടായിരിക്കുക ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒന്നുമല്ല. നമ്മളൊന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് കൂടിയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് എക്സാംസ് ഒക്കെ അടുത്തിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇത്രയും പഠിച്ചു വന്നിരിക്കുന്നത് മലയാളം ലാംഗ്വേജിലാണെങ്കിൽ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. മലയാളത്തിൽ എക്സാം എഴുതുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പാസ്സാവാം. കാരണം നമ്മൾ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാം, അതുപോലെ തന്നെ ഈസി ആയിട്ട് പാസ്സാവുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇനി പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും എന്നുള്ളവർ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാണ്ട് മലയാളത്തിലാണ് പഠിച്ചു തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് പാസ്സാവാൻ വളരെ ഈസിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഉത്തരം എഴുതാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്കുണ്ട്. മാക്സിമം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ മലയാളം പഠിക്കുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില വേർഡ്സ് ഒക്കെ നമുക്ക് അത് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാലായിരിക്കും ചിലർക്ക് കൂടുതലായിട്ടും ഓർമ്മ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ഒരു എക്സാം ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതണം. പക്ഷെ ചില കുട്ടികൾ പഠിച്ചു വെച്ചിരിക്കുന്ന വേർഡ്സ്, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് നമുക്ക് മലയാളത്തിൽ തന്നെ എഴുതണം എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് പഠിക്കുക. ഇംഗ്ലീഷിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇംഗ്ലീഷിൽ തന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലും, അതായത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എക്സാം എഴുതാം. മലയാളത്തിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഫുള്ളായിട്ട് ആ ഒരു പേപ്പർ എഴുതുക. മിക്സ് ആക്കിയിട്ട് ഒരിക്കലും എഴുതരുത്. പിന്നെ നമുക്ക് മലയാളത്തിൽ പാസ്സാവാൻ ഈസി ആണെന്ന് ചോദിച്ച കുട്ടികളോട് പറയാനുള്ളത്, വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാം. കാരണം മലയാളം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ജനനം മുതൽ നമ്മൾ ഇതുവരെ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ എഴുതുന്നതൊക്കെ മലയാളത്തിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.